പൂരക്കളി ടീമിനോടൊപ്പം നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം നമ്മളോടൊപ്പം രാജൻ സാർ ജോയിൻ ചെയ്യാണ്. എങ്ങനെയുണ്ടെന്ന് രണ്ടാം ദിവസമായിട്ട്? തകർത്തു, പൊളിച്ചു. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇന്നും നമ്മൾ ഗംഭീരമായ ആഘോഷത്തിലേക്ക് പോയി. ഓക്കെ, സാറിന്റെ ഒരു ദിവസം രാവിലെ എത്ര മണിക്ക് തുടങ്ങുന്നത്? ഞാൻ ഏതാണ്ട് 5:45 അടുക്കളയിലുണ്ടായിരുന്നു. കലവറയിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ഡ്യൂട്ടി ആരംഭിച്ചത്. ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങിയത്. ഇന്ന് നമ്മൾ ഇന്നലെ ചില ചെറിയ സമയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അതിവേഗം കൃത്യതയിലേക്ക് പോയി. ഉത്തരവാദ കലോത്സവം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സംഘാടകർക്കുമാണല്ലോ. അപ്പോൾ ഒരു 3 വേദി ഒഴികെ ബാക്കിയെല്ലാം 10 മണിക്ക് മുമ്പ് അവസാനിക്കുന്ന വിധത്തിൽ അതിലൊരു വേദി നാടകത്തിൻ്റെയാണ്. നാടകം കുറച്ചുകൂടി ഇരുട്ടിയിട്ടേ അതിൻ്റെ നടപടി ആരംഭിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത്തിരി വൈകി. പിന്നെ 2 ചെറിയ വേദികൾ കൂടി. അതൊഴിച്ചാൽ നമ്മൾ വളരെ നേരത്തെ പരിപാടികളുമായിട്ട് പോകുകയാണ്. TCV അതിഗംഭീരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കലോത്സവ വിശേഷങ്ങളെല്ലാം. ഈ തിരക്കിനിടയ്ക്ക് അത് നോട്ട് ചെയ്യുന്നുണ്ട്. പൂരത്തിനും പുലിക്കളിക്കും വന്നില്ലെങ്കിലും വീട്ടിലിരുന്ന് കാണാന്ന് പറയുന്ന പോലെ TCV ഇത്തവണ വളരെ ഗംഭീരമായി. നമ്മുടെ ഇത്തവണത്തെ ഈ മഹാപൂരം യഥാർത്ഥത്തിൽ കുട്ടികളുടെ കലാമാമാങ്കം മാത്രമല്ല, ഒരു കലാപൂരമാണ്. നല്ല വേഗത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലായിടത്തും വളരെ 25 വേദികളിലും വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്കുണ്ട്. ആളുകൾ ഇപ്പൊ ചോദിച്ചു തുടങ്ങി സമാപന പരിപാടി എത്ര മണിക്കാണ്, മോഹൻലാൽ വരുന്നത് എത്ര മണിക്കാണ്. ആദ്യം പറയാണ് മോഹൻലാൽ 18-ാം തീയതി 4 മണിക്കാണ് വരുന്നത്. 18-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മലയാളത്തിന്റെ മഹാനടൻ പ്രിയപ്പെട്ട മോഹൻലാൽ സ്വർണ്ണക്കപ്പ് എത്തുന്ന ജില്ലയ്ക്ക് അത് കൈമാറാൻ കൂടി വേണ്ടി നമ്മുടെ ചടങ്ങിന്റെ മുഖ്യാതിഥിയായി എത്തിച്ചേരും. 3 മണിയോടുകൂടി തന്നെ പരിപാടികൾ ആരംഭിക്കും. 4 മണിക്ക് സമാപന സമ്മേളനത്തിലേക്ക് കിടക്കും. 18-ാം തീയതി ഏതാണ്ട് ഉച്ച കഴിയുന്നതോടെ പരിപാടികൾ അവസാനിപ്പിക്കാം എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോ മോഹൻലാലിനെ കാണാനും സമാപന സമ്മേളനത്തിലും പങ്കെടുക്കാനുള്ളവരൊക്കെ 3 മണിക്ക് തന്നെ വന്ന് സ്ഥലം ഉറപ്പിക്കുക, സീറ്റ് ഉറപ്പിക്കുക. മോഹൻലാൽ എത്തിച്ചേരുന്നത് ഈ വേദിയിലാണ്, നമ്മുടെ എക്സിബിഷൻ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള സൂര്യകാന്തി വേദിയിലാണ്. അപ്പോൾ TCVയിലൂടെ ആദ്യം ഒരു സന്തോഷ വാർത്ത പറഞ്ഞത് മോഹൻലാൽ എത്തിച്ചേരും എന്ന കാര്യം അവസാനത്തെ ഉറപ്പും ഇപ്പൊ കിട്ടി. അദ്ദേഹം ഞങ്ങളുമായിട്ട് നേരിട്ട്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങളുമൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു മാറ്റവും സമയമാറ്റവും ഇല്ല. കൃത്യം 4 മണിക്ക് മലയാളത്തിന്റെ മഹാനടൻ തൃശ്ശൂരിലെ ഈ കുട്ടികളുടെ കൗമാര കലയുടെ പൂരത്തിന് ആശംസയുമായിട്ട് എത്തിച്ചേരാൻ പോവാണ്. ഒപ്പം നമുക്ക് മന്ത്രിയോട് ചില കാര്യങ്ങളൊന്ന് ചോദിക്കണം. ഒപ്പം ഒരു അഭിനന്ദനത്തിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം കുട്ടികളുടെ താമസം മുതൽ അവർ കിടക്കുന്ന, അവർക്ക് നൽകിയ ഏറ്റവും പുതിയ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ, അവർക്ക് താമസ സൗകര്യം ഒരുക്കിയ ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂരിൻ്റെ ആതിഥ്യ മര്യാദയെ ഇത്രയേറെ മാധ്യമങ്ങൾ പുകഴ്ത്തിയ ഒരു കലോത്സവം സമീപകാലത്തുണ്ടായിട്ടില്ല. 18-ാം തീയതി അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ 18-ാം തീയതി രാവിലെ 11 മണിക്ക് നമ്മുടെ ഈ തവണത്തെ താമസം ഗംഭീരമാക്കിയിട്ടുള്ള എല്ലാ സ്കൂളുകൾക്കും നേരിട്ട് ഞങ്ങൾ ട്രോഫി കൊടുക്കുന്നുണ്ട്. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. ഇത്തവണ സ്കൂളിൽ കേവലം താമസം ഒരുക്കുക മാത്രമല്ല, എല്ലായിടത്തും സ്കൂൾ സംഘാടക സമിതികൾ കൂടി സ്കൂളിൽ എല്ലാവർക്കും പ്രത്യേകമായ ബെഡും വൈകുന്നേരം കട്ടൻ കാപ്പിയും ചുക്ക് കാപ്പിയും, അങ്ങനെ ഒരു വലിയ പൂരമായിരുന്നു. ഞാനിന്ന് ലൂർദിൽ പോയി, സെന്റ് മേരീസ് ലൂർദ് സ്കൂളിൽ പോയി. അവിടുത്തെ കുട്ടികൾ, തിരുവനന്തപുരത്തെ പെൺകുട്ടികളാണ് അവിടെ താമസിക്കുന്നത്. എന്നോട് പറഞ്ഞു, മാമ ഒരു ദിവസം കൂടി വേണമെങ്കിൽ കൂടുതൽ താമസിക്കാൻ വിരോധമില്ല എന്ന് പറഞ്ഞു. നല്ല ഒരു ദിവസം വേണമെങ്കിൽ കൂടുതൽ താമസിക്കാൻ വിരോധമില്ല എന്ന് പറഞ്ഞു. സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ. തീർച്ചയായിട്ടും. ഒപ്പം മന്ത്രി എത്രയൊക്കെ പറഞ്ഞാലും കേരളത്തിൻ്റെ മുഴുവൻ മന്ത്രിയാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തൃശ്ശൂർക്കാരനാണ്. ഒരു രഹസ്യം, വേറെ ആരോടും പറയാത്തൊരു രഹസ്യം ഇവിടെ പറയാമോ? ആര് കപ്പടിക്കണമെന്നാണ് പറയുന്നത്? ശരിയല്ല, പക്ഷെ കൊതി കഴിഞ്ഞ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ സംഘാടകരാണ്, അതുകൊണ്ട് നന്നാവട്ടെ, എല്ലാവരും നന്നായി മത്സരിക്കട്ടെ. തീർച്ചയായിട്ടും. നമ്മുടെ കുട്ടികളുടെയൊക്കെ അസാമാന്യമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇന്നലെ രാത്രി വൈകുവോളം ഞങ്ങൾ ഈ വേദികളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മക്കള് AI പുതിയ കാലത്ത് കമ്പോളത്തിന് വഴിമാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധം അതിഗംഭീരമായി. ഇപ്പോൾ പാലക്കാട് എന്ത് കരുത്തിലാണ് നമ്മുടെ പൂരക്കളിക്കാർ നിൽക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് അവരുടെ പെർഫോമൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. മക്കൾക്ക് അറിയുമെന്നറിയില്ല, 1958 നടന്ന 2ാം സ്കൂൾ കലോത്സവം യഥാർത്ഥത്തിൽ ലോകത്തിന് 2 അഭിമാന താരങ്ങളെ സമ്മാനിച്ചു. അതായത് ലളിതഗാനത്തിൽ 1ാം സമ്മാനത്തിന് യേശുദാസ്, 2ാം സ്ഥാനത്തിന് P. ജയചന്ദ്രൻ. 2 പ്രതിഭകൾ ലളിതഗാനത്തിന് 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. മൃദംഗത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും 1ാം സ്ഥാനം P. ജയചന്ദ്രന്. അപ്പോൾ
അനവധി പ്രതിഭകളെ ലോകത്തിന് സമ്മാനിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം 64ാമത് യുവജനോത്സവത്തിൽ ഈ തൃശ്ശൂർ മണ്ണിലെത്തിച്ചേരുമ്പോൾ കൂടുതൽ പ്രതിഭകൾ, എനിക്ക് ഉറപ്പുണ്ട്, പ്രതിഭകളുടെ ഒരു വലിയ സംഘം അവരെല്ലാം TCV ഗംഭീരമായിട്ട് അവതരിപ്പിക്കും, പരിചയപ്പെടുത്തും. അവർ കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക മണ്ഡലത്തിലേക്ക് കയറി വരും. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ, കാരണം നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിനും പുലിക്കളിക്കും ഒക്കെ ധാരാളം വിദേശികൾ എത്താറുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. ഈ കുട്ടികളുടെ ഈ കലാവിരുന്നിലേക്കും അത്തരത്തിൽ വിദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി ആളുകൾ വരും. ഇപ്പോൾ വിദേശികൾ വരുന്നത് മാത്രമല്ല, സ്വദേശികളായിട്ടുള്ള പ്രവാസികൾ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു വരുന്നത്. സ്കൂൾ യുവജനോത്സവത്തിൻ്റെ തീയതി കൂടി കണ്ടു വരികയാണെന്നുള്ളത് കൊണ്ട് എല്ലാവരും അതിഗംഭീരമായിട്ട് ഈ കലോത്സവം കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മക്കളുടെ കലാപരിപാടിയാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഒരു കാര്യം TCVക്ക് പറയാം, TCV മറ്റു മാധ്യമങ്ങളെ പോലെ ഇതിലെ കാഴ്ചക്കാരല്ല, സംഘാടകർ കൂടിയാണ്. കാരണം തൃശ്ശൂരിൻ്റെ സ്വന്തം ചാനൽ. അതുകൊണ്ട് നമ്മുടെ ഈ സംഘാടനം നമ്മളെല്ലാവരും ചേർന്ന് അടിപൊളിയാക്കി മോഹൻലാലിൻ്റെ വരവോടുകൂടി അങ്ങ് പൊരിക്കും. താങ്ക് യു നമ്മുടെ പ്രിയപ്പെട്ട. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഓടി നടക്കാണ് സാറ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിനിസ്റ്ററും കൂടി ഇത് കാണാൻ ഇവിടെ ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷ. കാരണം അത് അവർക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. അവരുടെ പാരന്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്നാ പെട്ടെന്ന് ഒന്ന് പരിചയപ്പെട്ടിട്ട് പെട്ടെന്ന് പോവാം. പേരുകൾ എല്ലാവരുടെയും ഒന്ന് പറഞ്ഞു. വൈഷ്ണവ്, വിശ്വജിത്ത്, അഭിനന്ദ്, ആഗ്നേയ്, റസൽ, അമൽ, ആരവ്, അശ്വന്ത്, ഷിബിൻ, തരുൺ, അജ്മൽ, ഡാനിഷ്. ഓക്കെ, അപ്പൊ എല്ലാരും പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഒട്ടും സമയം കളയണ്ട, പൊളിച്ചെടുക്കണം കേട്ടോ. ഓക്കെ. പൊളിച്ചടുക്കി, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ശരിക്കും പാലക്കാട് എവിടെയാ? BSS ഗുരുകുലം. ഓക്കെ, അപ്പൊ സാറിന് എന്താണ് ഇത് കണ്ടിട്ട് പറയാനുള്ളത്? അടിപൊളി, തകർത്തു, ഭയങ്കര ശക്തി. ശക്തിമാരാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ട്രോഫി കൊടുക്കുന്നുണ്ട്. മന്ത്രിയുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് റാണി മേനോൻസ് മാക്സിവിഷൻ ഐ കെയർ ഹോസ്പിറ്റൽ സമ്മാനിക്കുന്ന മൊമെന്റോ ആണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. TCV സ്റ്റുഡിയോയിൽ എത്തുന്ന എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇവർക്കാണ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും ട്രോഫി വാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത്. തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കാം, അഭിമാനിക്കാം, സന്തോഷിക്കാം. ഒപ്പം മിനിസ്റ്റർ ഈ തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് ഇത്രയും സമയം നിന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചത് കൂടാതെ കുട്ടികളുടെ പെർഫോമൻസ് കാണാനും അവർക്ക് സമ്മാനങ്ങൾ നൽകാനും ഒക്കെ സമയം എടുത്തതിനും നമ്മുടെ കൂടെ നിന്നതിനും ആ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒക്കെ നമുക്ക് നന്ദി പറയാം. തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും പെർഫെക്ഷനായി നമ്മുടെ കലോത്സവത്തിൻ്റെ സംഘാടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2ാം ദിവസത്തെ കലാപരിപാടികൾ, വിവിധ വേദികളിലെ മത്സരങ്ങൾ സമാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. മെഡൽ അണിയിക്കുകയാണ് ഓരോരുത്തരെയും. തീർച്ചയായിട്ടും ഒരു ഭാഗ്യ നിമിഷം തന്നെയാണ്. കിട്ടിയിട്ടില്ല, സത്യം. അത് അവരുടെ ആ ഒരു കലയോടുള്ള അവരുടെ അർപ്പണത്തിനും പരിശ്രമത്തിനും ഒക്കെയുള്ള ഒരു അപ്രതീക്ഷിത ഭാഗ്യമായിട്ട്, അംഗീകാരമായിട്ട് അതിനെ കണക്കാക്കാം.
നിങ്ങളുടെ റിസൾട്ട് വന്നിരുന്നോ? വന്നിട്ടില്ല. റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. അതിന് തീർച്ചയായിട്ടും. മുമ്പാണ് നമുക്ക് ട്രോഫിയും മെഡലും എല്ലാം. അതും അപ്പൊ ഇതിന് മിനിസ്റ്ററുടെ തുടക്കം. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഓക്കെ, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് ഒരു നന്ദി പറയാം മിനിസ്റ്ററോട്. വളരെയധികം താങ്ക് യു. ടീം Thank you so TCVയുടെ much. മുഴുവൻ പ്രേക്ഷകരുടെ നന്ദിയും അറിയിക്കുന്നു സ്നേഹപൂർവ്വം. നന്ദി യഥാർത്ഥത്തിൽ പ്രശ്നമില്ല. കാരണം TCVയുടെ ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ ഒരു കാലത്ത് എല്ലാ ആഴ്ചയിലും സംവേദനത്തിൽ ഞാനുണ്ടായിരുന്ന സ്ഥലമാണ് TCVയുടെ സ്റ്റുഡിയോ. എന്തായാലും ഇങ്ങനെ അത് വീണ്ടും തുടങ്ങാം. ഇങ്ങനെ നിങ്ങളൊരു വലിയ കാര്യമാണ് ചെയ്തത്. ഈ മക്കൾക്കൊക്കെ ഒരു ട്രോഫിയൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക, ആ തൃശ്ശൂരിൻ്റെ ഭാഗമാകുക. അപ്പോൾ തൃശ്ശൂരിൽ നിങ്ങൾ വന്നു ചേർന്നതിന് TCV നൽകിയ ആതിഥ്യം കൂടിയാണ് ഈ അവാർഡുകൾ. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഓരോ ട്രോഫിയിലും നിങ്ങൾ കൂടുതൽ മിടുക്കന്മാരായി വരാനുള്ള ഒരു കരുത്തും പിൻബലവും ഉണ്ടെന്ന് കരുതുക. TCVക്ക് എല്ലാ ആശംസകളും മക്കൾക്ക്. താങ്ക് യു. നമുക്ക് കുട്ടികൾക്കും ഒപ്പം മന്ത്രിക്കും വേണ്ടി നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം പ്ലീസ്.